Lights, camera, rolling, action. Hello guys. ഞങ്ങൾ ഇന്ന് അൺപ്ലാൻഡ് ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളെവിടെ പോണേ? അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. ആക്ച്വലി ഇതൊരു സൺഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പോവാണ്. സോ ബാക്കി വിശേഷങ്ങൾ ശേഷം. ഇതൊരു ശരിക്കും പറയാം ഇത് നാളെ പോകാനുണ്ട്, അതായത് ഞായറാഴ്ച പോകാറുന്ന ട്രിപ്പായിരുന്നു. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം രണ്ടുപേരുടെ നിർബന്ധം മൂലം. അതെ, ആരൊക്കെയാണ് രണ്ടുപേര്? ആരായാലും കുഴപ്പമില്ല, ഞങ്ങൾ തന്നെയായിരിക്കും രണ്ടുപേര്. അപ്പൊ ഞങ്ങള് ഇന്ന് തന്നെ പോയിന്റ് കണ്ടോ, നമ്മുടെ ചുറ്റും ഈ മലയാറ്റൂർ തടാകം നിങ്ങൾക്കൊക്കെ അറിയാം എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഒന്നുകൂടെ അവിടെ എന്താ കോട്ടപ്പടിയിൽ നിന്ന് മലയാറ്റൂർ വഴി പോണ ആ വഴി കൂടെ മലയാറ്റൂരിൽ നിന്ന് അതിരപ്പള്ളിക്ക് പോണ വഴിയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വരുമ്പോൾ നമ്മളൊരു പാസ് എടുക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടെ പേരും ഫോൺ നമ്പറും. കാരണം വന്നപ്പോൾ ഞങ്ങൾക്ക് 25 രൂപ മേടിച്ച്. കാരണം ഇതൊരു ഫോറസ്റ്റ് റേഞ്ച് ആണ്, കണ്ണിമംഗലം ഫോറസ്റ്റ് റേഞ്ചിൽ കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അതിരപ്പള്ളിയിലേക്കുള്ള ഒരു ടിപ്പിക്കൽ റൂട്ടാണ്. കാരണം പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല, പക്ഷെ ചുറ്റും വനമാണ്. അതായത് മൃഗങ്ങൾ, വന്യജീവികൾ, സിംഹം, പുലി, ഒട്ടകം, ജിറാഫ് വന്യമൃഗങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ കുറെ അബാൻഡൻഡ് ഹൗസസ് ഉണ്ട്. അതെ, ഒറിജിനൽ ആനയില്ല, പക്ഷെ ഇവിടെ ഒരു ആന ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു യാത്രയെ പറ്റി എന്തെങ്കിലും എക്സ്പെക്ടേഷൻസ് ഫോർമലായില്ലേ? ഞാൻ റേഡിയോ ഞാൻ ഭയങ്കര ഫോർമൽ ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മെയിൻ കംപ്ലൈന്റ്. സോ എന്താ ചെയ്യാ, കുറച്ച് ഫോർമലായി പോയി, സ്റ്റാൻഡേർഡായി പോയി. എനിക്ക് ശരിയാണോ വരുന്നത് അതോ എനിക്ക് എന്തൊക്കെയോ പേടി കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വരുന്ന ഭവിഷ്യത്തുകൾ എനിക്ക് അറിയത്തില്ല വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം. ഇപ്പം ഞങ്ങൾ ഫോറസ്റ്റ് റേഞ്ചിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള വഴികൾ അതിഭയങ്കരമായ കാടുകളുടെ ഉള്ളിൽ കൂടെ ആയിരിക്കും. പശു എന്നാലും പശു അവിടെ ഉണ്ടെങ്കിൽ അമ്പാടിപ്പയ്യുള്ള ഒരു ഫോട്ടോ എടുക്കാൻ തന്നെ നടക്കുന്നുണ്ട്. ഓക്കെ, റിയാലിറ്റി എന്താന്ന് വെച്ചാല് എന്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണോ നമ്മുടെ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ട്. ഇപ്പൊ നമ്മൾ പോകെടുക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അതിരപ്പള്ളിയിലേക്ക് പോകുന്ന വീഡിയോ ആണ്. ഈ അതിരപ്പള്ളിയിലേക്ക് എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും പോകുന്ന സ്ഥലമാണ്. എല്ലാ ദിവസവും തന്നെ മിക്ക ആൾക്കാരും പോകുന്നുണ്ടാവും. അപ്പോൾ ആ പോകുന്ന സ്ഥലത്തിനെ പറ്റി നമ്മളൊരു വ്ളോഗ് ഇടുമ്പോൾ ഇത് ആൾക്കാർ കാണണമെന്നില്ല, മനസ്സിലായത്? ഫ്രഷ് സ്ഥലമല്ല. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഞാനല്ല, നമ്മൾ ഇതിനകത്തുള്ള ആൾക്കാരൊന്നും ഒരു അഹാന കൃഷ്ണയോ ദിയാ കൃഷ്ണയോ അല്ലെങ്കിൽ ഈ മാതിരി വ്ളോഗറോ ഒന്നുമല്ല. പ്രത്യേകിച്ച് കമ്പയർ ചെയ്തല്ല, നമ്മളൊരു ലൈം ലൈറ്റിലുള്ള ആൾക്കാരല്ല. ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കാണാൻ ആൾക്കാരില്ല. ആൾക്കാരില്ലെന്നില്ല, ഇതിപ്പോ ഞാനിങ്ങനെ പറയുന്നതോ അല്ലെങ്കിൽ നീ ഇങ്ങനെ കാണുന്നതോ നിന്റെ കുറച്ച് ഫോളോവേഴ്സ് അങ്ങനത്തെ ഇത് ഭയങ്കര ഫ്ലോപ്പാണ്. ഇത് നീ നമ്മുടെ ഗാലറിയിൽ തന്നെ വെക്കുവാണെങ്കിൽ നല്ല ഗാലറിയിൽ വെക്കാണ്ട് ഷെയർ ആക്കിയാൽ മതി. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലോ. എന്നാ കുഴപ്പമില്ല. അതെ, നമ്മുടെ പേരൊക്കെ പറയും. എന്റെ പേര് സന്ന. ഞങ്ങളെല്ലാരും ബികോം കമ്പ്യൂട്ടർ ബാച്ച് ആയിരുന്നു. അതെ, ഒരു ക്ലാസ്സിൽ. കൊറോണ ടൈം ചെയ്ത് ഒരു ആദ്യത്തെ 2 സെമസ്റ്റർ പോയി. ഇത്ര കഷ്ടപ്പെട്ട് കോപ്പി അടിച്ചിട്ട് നമ്മള് ജയിച്ചില്ല. ഞാൻ കോപ്പി ഞാൻ ജയിച്ചിട്ടുണ്ട്. എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. അരുൺ സാറ് അല്ല, അരുണല്ല മറ്റേ പുള്ളി സാറൊക്കെ എന്റെ ഫോൺ പുള്ളി കാണത്തില്ല. പിന്നെ എന്റെ പേരില് വാഹനങ്ങൾ കഷ്ടപ്പെട്ടല്ലേ, അല്ലേ? ജയിക്കാൻ പറ്റില്ല. എന്നിട്ടും ജയിച്ചു. ഞാനൊക്കെ ഫ്രണ്ടില്, ഇവരൊക്കെ ഏറ്റവും പുറകില്ലേ, ഞാനൊക്കെ ഏറ്റവും സെക്കൻഡ് ബെഞ്ചില്. ഞാൻ അപ്പൊ നമ്മുടെ കോളേജ് മെമ്മറീസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ടൗൺ ക്യാമ്പസിലെ അതിലൊക്കെ നമ്മുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ
മാങ്ങ മറിക്കുന്ന പോലെ വിഷന്ന്. അല്ല അത് ആ വീഡിയോ എപ്പോഴും ഉണ്ടോ? എന്റെ ഞാൻ അന്ന് സ്റ്റാറ്റസിന് വേണ്ടി കട്ട് ചെയ്ത വീഡിയോടെ ഞങ്ങളൊരു ചെറിയ ഒരു പോർഷൻ ഇട്ട് അതിന്റെ അതൊന്നും പോസ്റ്റ് ഇടണ്ട കേട്ടോ. അതെ കിട്ടില്ല ഡാൻസ്. എന്റെ ഡാൻസ് അത് എന്നെ ക്രിഞ്ചറിയോ ഞാനത് കണ്ടു. അത് അയ്യോ അത് നല്ല ശോഭമാണ്. നമ്മള് തിങ്ങിനെ അല്ലേ അത് ഒരിടക്കം മൊത്തം പറ്റും. പുക അടിച്ചുകൊണ്ടേക്കുവാ ഡാൻസ് കാണാൻ. നീ ലാസ്റ്റ് ഡാൻസ് ഉണ്ടായിരുന്നില്ലേ? നമ്മൾ 2 ഡാൻസ്. അതെ കറക്റ്റ്. നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തു. ഇന്നലെ എപ്പോഴും വരുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് വരുന്നുണ്ടോന്ന് ചുമ്മാ ചോദിച്ചപ്പോ ഇവര് ഓക്കെ ആയിരുന്നു. അപ്പൊ നമ്മള് എനിക്ക് ലീവ് കിട്ടി. ഇന്ന് ഫുള്ള് ചെലവ് മനസ്സിലാവട്ടെ. പിന്നെ സ്വാമി ശരണം. പിന്നെ നമ്മള് ഫസ്റ്റ് ഇയർ ആണ് ടൗൺ ക്യാമ്പസ് ഉണ്ടാക്കുക. പിന്നെ നമ്മൾ എങ്ങോട്ട് പോയി? നമ്മുടെ ക്യാമ്പസിലേക്ക് ഞങ്ങൾ 2 സെമസ്റ്റർ. ഫസ്റ്റ് ഇയർ കുറച്ച് കിട്ടി. പിന്നെ സെക്കൻഡ് സെമസ്റ്റർ ഫുള്ള് കോവിഡ് ആയിരുന്നു. ഇവര് ഭയങ്കര അലമ്പായിരുന്നു. ക്ലാസ്സിൽ വരാറില്ലായിരുന്നു. വന്ന ദിവസം അന്ന് അലമ്പായിരുന്നു. ഞങ്ങള് കുറച്ച് പഠിക്കണ കുട്ടികൾ മാത്രം. നല്ല കുട്ടിയായിരുന്നു. വളരെ നല്ല കുട്ടിയായിരുന്നു. മാത്രമായിരുന്നു. പുറത്ത് വേറെ ഒരു പരിപാടിക്ക് ഞാനും അതെ. ഞാനും നല്ല കുട്ടിയായിരുന്നു. ഞാൻ വളരെ നല്ല കുട്ടിയാണ്. എന്റെ പേര് കേട്ടാ തന്നെ ടീച്ചർക്കും അല്ലെങ്കിൽ എന്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര. അതെ അത് ശരിയാട്ടോ. അത് സത്യമായിരുന്നു. എന്തെങ്കിലും വഴി വന്നാൽ ഞാൻ ഗുരുദേവനെ പിടിച്ചോണ്ട് പോകും. എന്ത് കേസിനും ശ്യാം സാറോ ഇവരോട് ചോദിക്കാം. അവിടെ ആന വരും, മയില് വരും, പിന്നെ ചില സമയത്ത് മാന കാണും. കാട്ടുപന്നിയാണോ? അതാ ഞാൻ മളാവ്. വലിയ സാധനം. അത് എന്തൊക്കെയാണോ? അപ്പൊ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷം മറ്റേ ഓക്കെ മറ്റേ സാധനം. വണ്ടി വിട്. നീക്ക് നാളെ യൂട്യൂബ് വരാനുള്ള ചേച്ചിമാരെ. നിങ്ങളൊക്കെ വൈറലാവും. പിന്നെ 3 ആരുണ്ട് പൂവാ എന്റെ പൊന്നെ പിടിയാനല്ലോ. കണ്ടു ഞാൻ പോയി കുട്ടിയാനുണ്ട്. ഒരു സെൽഫി എടുത്തിരുന്നാലോ? ആനേനെ കാണാൻ പോവാണ്. വന്ന ഓടിക്കോട്ടെ. എനിക്ക് വേറെ ഈ നിൽക്കുന്നത് എടി ഐ ക്യാൻ സോ ദാറ്റ്. ഇത് ലോഡല്ലേ? എടാ ഈ നിൽക്കുന്ന ആന ദേടാ എന്നെ നോക്കുന്നു. ആ എടാ എന്നെ കാണും. സത്യം അതിലെതിലേ വന്ന പെട്ട്. മിണ്ടരുതിട്ടോ. ഞങ്ങള് വളരെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഒരു കാട്ടുകഴിയോ ഞങ്ങളൊരു ആനേനെയോ ഒരു മാവിനെയോ എന്തിനെങ്കിലും ഒക്കെ ഒന്ന് കാണണമെന്നുള്ള പ്രതീക്ഷയോട്. പക്ഷെ ഞങ്ങൾ ഒരു കൂട്ടം ഒരു എലിഫന്റ് ട്രൈബിനെ കണ്ടു. അതൊരു ആനക്കൂട്ടത്തെ കണ്ടു. പക്ഷെ സനലിക്ക് സ്നാപ്പ് കിട്ടാത്തൊരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക്
ഇത് പാം ഓയിലിന്റെ ട്രീ ആണ്. ആ സത്യം. നമുക്ക് അവിടെ വിൽക്കാൻ കുറച്ച് അവിടെ ചെല്ലുമ്പോൾ നീ പൊക്കി ഞാൻ എടുത്തോളാം. അവിടെ കടയിൽ കിട്ടും ഇതിന്റെ ഒറിജിനൽ സാധനം. ഇതിന്റെ കുരു ആണ്, അതായത് സീഡ്. ഇവിടെ എല്ലാം അത് കാണാൻ പറ്റും. സാമ്പാർ വേണ്ടേ? കഴിക്കേ. അതെ, ആ മീൻ കൊടുക്ക്. കാളനുണ്ടോ? ആ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കൊന്നല്ല അല്ലേ? മാലിന് ഫിഷ് വിട്ട് ഗുരുദേവ കഴിച്ചു നോക്കി ഗുരുദേവ. ഫിഷ് ഒക്കെ മീൻകറി നല്ല 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 ചേച്ചിമാരല്ലേ? കുടുംബശ്രീ ഹോട്ടലാണ്. അതെ, സ്ഥലം വെറ്റിലപ്പാറ. ആതിരപ്പള്ളിക്ക് പോകുന്നവർ വെറ്റിലപ്പാറയിലുള്ള ഒരു കുടുംബശ്രീ ഹോട്ടലാണ് നമ്മളുള്ളത്. അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മൈല പൊരിച്ചത് അടിച്ചക്കെ. അതിലുപരി ഇവിടുത്തെ മീൻകറി നല്ല രസമാണ്. ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടൊരു കുടുംബശ്രീ ഹോട്ടലിൽ ഫുഡ് കഴിച്ചതിന് കുറേ നാളിന് ശേഷം ഇതുണ്ടോ ലൈറ്റ് ആണില്ലേ? ലൈറ്റ് ആണില്ലേ? ഇവിടെ മാത്രം കുറച്ച്. ഇവിടുത്തെ എല്ലാം സൂപ്പറാണ്, പക്ഷേ ഹൈലൈറ്റിങ് ഓരാണ്. ഇത് കഴിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് 2 തവണ അവിടെ നിന്നിട്ട് വരാം അല്ലേ? അല്ലേ? എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിന്ന് അതിരപ്പള്ളി പോകുന്ന വഴി ഒരു അടിപൊളി കുടുംബശ്രീ ഹോട്ടലിൽ കയറി. വെറ്റിലപ്പാറ, അതായത് നമ്മൾ അതിരപ്പള്ളി നിന്ന് ഒരു 8 കിലോമീറ്റർ അടുത്ത് അതിരപ്പള്ളി. അപ്പോൾ അവിടെ വെറ്റിലപ്പാറയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പഴമിട്ട മോര് വളരെ സൂപ്പറായിരുന്നു. എല്ലാം കൊണ്ടും നല്ലതാണ്. നിങ്ങളിനി ഉറപ്പായിട്ട് വരുവാണെങ്കിൽ ഈ കുടുംബശ്രീ ഹോട്ടലിൽ കയറണമെന്ന് റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ, ബൈ. ഇത് മല്ലിക ചേച്ചി, ജഗ ചേച്ചി, മല്ലിക ചേച്ചി, വേറെ ഒരാളുടെ സനി ചേച്ചി. അപ്പോൾ അവിടെ കുടുംബശ്രീ ഹോട്ടലിൽ കയറണം. ബൈ. ശരി ശരി. നമ്മൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാമത്തെ കാര്യം നമ്മുടെ ഈ കേരളത്തിലെ വെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഇതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇടാം, ഇല്ലാത്തവർ ഇടണമെന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് തന്ന ഹിമാലയയുടെ പ്രൊട്ടക്റ്റീവ് സൺ ലോഷൻ, ഞാൻ വേറൊരു സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ എങ്കിലും ഇതാണ് നമ്മുടെ ഒരു പുറത്തേക്ക് പോകണമെന്ന് പറയല്ല, എങ്കിലും നമ്മളിത് ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ഒരു സമാധാനത്തിൽ ഇടുന്നത്. ഇതിന് ഇട്ടതിന് ശേഷം കെയർ ആവുമ്പോൾ മറ്റേ പറയുമ്പോൾ പേർലിമാണി പറയുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നു എന്നൊരു ബോധം അത്രേ ഉള്ളൂ. ഇവരെന്ത് സ്കിൻ കെയറിൽ മറ്റേ നാച്ചുറൽ ബാർ സോപ്പ് അല്ലേ? സോ ഗായ്സ്, ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് എടുക്കാനാണ്. സോ ഇപ്പം ഞങ്ങൾ വാട്ടർഫാളിലേക്ക് എൻട്രി ചെയ്യാൻ പോകും. ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഓൺ ദ വേ ടു വാട്ടർഫാൾസ്. ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വയറും പിടിച്ചോടെ നടക്കുന്നത്. സംശയം കിട്ടി സെറ്റായിട്ടുണ്ട്, പക്ഷെ നമുക്ക് അവിടെ ചെന്ന് വെള്ളച്ചാട്ടം എൻജോയ് ചെയ്യാം. ഓക്കെ, എവിടെ പോയാലും ആദ്യം നോക്കുന്ന സ്ഥലം 2 സ്പോട്ടായിരിക്കും. ഒരു സ്പോട്ട് ഇതാണ്, രണ്ടാമത്തെ സ്പോട്ട് ഞാൻ പറയുന്നില്ല. ഞങ്ങളിന്നൊരു ഫ്യൂ സ്റ്റെപ്സും കൂടെ എത്തിയാൽ വെള്ളച്ചാട്ടത്തിൽ നമ്മളെ കാലൊക്കെ ഒരു വഴിയായി. ഇനി നമ്മൾ കാണിക്കാൻ പോണ ഇത്രയും കേരളത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു പിന്നെ വെള്ളച്ചാട്ടമാണ്.
বক করে না, আমি কিছু শুনতে পাচ্ছি না, চুপচাপ দেখো না। So we are എന്തായാലും ഫുള്ള് നനഞ്ഞു വെച്ചാൽ ഫുള്ള് നനഞ്ഞത്. നമുക്ക് മേളത്തുണ്ട്. നമുക്കപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചു നോക്കിയാലോ. എല്ലാവരും നനഞ്ഞു കുളിച്ചു, ഒരു പരുവായി. എന്തായാലും അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ കറക്റ്റ് ടൈമാണ് വന്ന് കാണാനായിട്ട്, ആതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാനായിട്ട് ഇപ്പോൾ കറക്റ്റ് ടൈമാണ്. എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക, ഇവരുടെ എക്സ്പീരിയൻസ് നോക്കുക. ആദ്യം ഗുരുദേവനോട് ചോദിക്കാം. ഗുരുദേവ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇന്നത്തെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ? സംഭവം നല്ലൊരു നട്ടപ്പൊരി വെയിലത്ത് വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലെ സൺസ്ക്രീനും എല്ലാം പോയി. ഭയങ്കര മഴയായിരുന്നു. മഴയപ്പോഴൊരു വെള്ളച്ചാട്ടം. ചോദിച്ചോ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു സാലിൻ്റെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു വന്നിട്ട്? നിന്റെ എങ്ങനെയുണ്ടായിരുന്നു മേഘന? ഹാപ്പി. എല്ലാവരും ഹാപ്പി, നിങ്ങളും ഹാപ്പി. ഞങ്ങളിപ്പോൾ താഴെ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയിട്ട് അടിപൊളി ഇതെല്ലാം എൻജോയ് ചെയ്തു. വാട്ടർഫോൾസ് എല്ലാവരും നല്ലി കുറിച്ച് ഒരു പരിപാടി. ഇനി നമ്മൾ പോകാൻ പോകുന്നതുണ്ടോ അങ്ങ് നിങ്ങൾ ഈ മേളിലേക്ക് അറിയാം. നമ്മുടെ മേളത്തെ വ്യൂ ഇനി നമുക്ക് കാണാം. അപ്പോൾ മേളിലേക്ക് നമ്മൾ പോണെങ്കിൽ വേറെ ആളെ കാണിച്ചോളാം. ഹായ്, എടാ വല്ല പണി കിട്ടിയ ആര് നീയല്ലേ? ഇത് വണ്ട്. ഇപ്പം നമ്മൾ എങ്ങോട്ട് പോകണോ ഗുരുദേവ? ഞങ്ങളിപ്പോൾ നമ്മൾ പോയ കാണുന്നുണ്ട് മേളിൽ നിന്നുള്ള. നമ്മൾ നേരെ താഴെ പോയായിരുന്നു. ഇപ്പോൾ മേളത്തെ വ്യൂ കാണാൻ പോവാണ്. മേളിൽ നിന്നിട്ട് താഴത്തെ കാര്യങ്ങൾ കാണാം. വിശാലമായിട്ട് കിടക്കുന്ന ഒരു നദിയാണ്. ആ ഡ്രോൺ ഇല്ല, ഞാൻ കണ്ടില്ല. എവിടെ? ഡ്രോൺ കണ്ടോ? ഞാൻ കണ്ടില്ല. ഡ്രോൺ നോക്കതേ. എടാ നോക്കട, ദേടെ കണ്ട ഡ്രോൺ കണ്ടോ? ദേ കണ്ട ദേ. ആ കണ്ടു. എനിക്ക് ഡ്രസ്സ് കോട്ടസ് ചെയ്യണം കേട്ടോ. ഇനി ആ വ്ളോഗിൽ അഭിനയിക്കണമെങ്കിൽ എനിക്ക് ഡ്രസ്സല്ലോ. ആ അത് ഡ്രസ്സ് ഇല്ലേ, താടിയൊക്കെ പൊടിഞ്ഞു ചെയ്യണം. എന്താ പറയാ, പ്രായമായല്ലോ, 10-22 വയസ്സായി. അപ്പം അതിൻ്റെ വീശകതേ താടി എന്ന് ട്രിം ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇനി ആ വ്ളോഗിൽ പ്ലിങ് മീഡിയയിൽ എൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം ഇനി അതിന് ഇത് തരണം, പൈസ തരണം എന്നാണ് പറയുന്നത്. ഇവരൊക്കെ ജോലി ഉള്ളതുകൊണ്ട് തരും. ഇപ്പം പറയണ 1000 രൂപ മാറ്റം വേണമല്ലോ, ഡെയിലി മാറ്റാം. അല്ല, വ്ളോഗ് എടുക്കുന്ന ദിവസം തന്നാൽ മതി. ആണല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇത് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നമുക്ക് ഇറങ്ങിയാലോ? ചില കുറിച്ച് പാൻ്റ് ഇടണം പറഞ്ഞു.
അതെ വീട് ഡ്രസ്സൊക്കെ ഉണങ്ങാട്ടേക്ക് പോയപ്പോൾ ഞങ്ങൾ കാലില് മതി എന്താ ഇവിടെ നീ എന്ത് സുന്ദരന ഗുരുദേവ. താങ്ക് യു. ഐ നോ ദാറ്റ്. മതി മതി. നാണം വരുന്നു. ബ്ലഷ് അത് തന്നെ അവിടെ നിന്ന് കുറച്ചേര് നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ബ്ലഷ് ഓട്ടോമാറ്റിക്കലി അത് കുറച്ച് മൈൻഡ് ആയിട്ട് മതി മതി മാറ്റി മാറ്റി ഫോട്ടോ എടുത്തില്ലേ? മതി മതി പോവാം. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ അതിരപ്പള്ളി യാത്ര ഗോയിങ് ടു വൈൻഡ് അപ്പ്. ഞങ്ങളിവിടെ കുറേ നല്ലൊരു മെമ്മറി ആയിരുന്നു അല്ലേ? കാരണം ഇത് നമുക്ക് ഇപ്പം ഞങ്ങളിപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ വഴിയിലാണ്. ഇപ്പോൾ ഇവൻ ജോലിയാണ്, ഞാൻ ജോലിക്ക് ശ്രമിക്കുന്നു, ഇവൾ പഠിക്കുന്നു, ഇവൾ വേറെ ജോലി, എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങാന്നുള്ളത് കുറച്ച് നല്ലൊരു മെമ്മറിയാണ്. ഇതിപ്പോൾ വ്ളോഗിലാണെങ്കിൽ പോലും ഇറ്റ്സ് എ ഗുഡ് മെമ്മറി. വാട്ട് അബൌട്ട് യു? അല്ല, നല്ലൊരു മെമ്മറിയാണ്. നമ്മളിങ്ങനെ അധികം ട്രിപ്പൊന്നും പോവാത്തതുകൊണ്ടേ കോളേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അധികം വലിയ ട്രിപ്പൊന്നും പ്ലാൻ ചെയ്ത് പോയിട്ടില്ല. ടൂറ്, കോളേജ് ടൂറോ? കോളേജ് ടൂറൊക്കെ ഉണ്ടോ? യെസ്. സോ വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.